കുട്ടിയുടെ വിരലെന്ന് കാണിച്ചേ. വിരലിന്റെ വോട്ടേഴ്സിംഗ് അല്ലേ? അതാകെ പരന്നെടുക്കണ്ടല്ലോ. ഇതെന്താ അറിയോ, ഇതേ നമ്മളെ വോട്ട് ചെയ്യുമ്പോ ആ ചേച്ചി എന്താ ചെയ്യാച്ചാ ഒരു ഒറ്റ ചെയ്തു. അപ്പൊ എന്താ വെച്ചാൽ വരക്കിട്ടും ഒറ്റ വീണപ്പോ എന്താ കൈ മതിയായി. ഞാൻ അപ്പൊ തന്നെ കൈ തുടച്ചു. പക്ഷെ കാര്യം ഉണ്ടായില്ല. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് കൈമ മഷി ഫിറ്റായി പോയി. ശരിക്കും ഈ ഇങ്ക് എന്താ വെച്ചാല് ഇത് പോവാണ്ടിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കല് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പോവാണ്ടിരിക്കണേ. അപ്പൊ ഇത് മെയിൻ ആയിട്ടും ഈ സിൽവർ നൈട്രേറ്റ് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ വെച്ചാൽ ഒന്ന് ഫോട്ടോഗ്രാഫി, മെഡിസിൻ, പിന്നെ ഈ വോട്ടേഴ്സിംഗ് ഉണ്ടാക്കാൻ. അപ്പോ ഇന്ത്യയിൽ ചില ആൾക്കാർ ചോദിക്കും ഈ ഇത്രയും 140 കോടി ജനങ്ങൾക്ക് ഇത്ര വേണ്ടെന്ന്. അപ്പോ ഇന്ത്യയില് ആകെ ഒറ്റ ഒരു കമ്പനിയേ ഉള്ളൂ. അതാണ് ഈ മൈസൂർ പെയിന്റ് ആൻഡ് വാർണിഷ് എന്ന് പറഞ്ഞ കമ്പനി. അവര് 1937 സ്ഥാപിതമായ കമ്പനിയാണ്. ഇവര് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് പെയിന്റ്, പിന്നെ നമ്മുടെ വുഡ് പോളിഷ് ചെയ്യാനുള്ള സംഭവങ്ങള്, പിന്നെ മെയിൻ ആയിട്ട് ഈ വോട്ടേഴ്സിംഗ് ആണ്. അപ്പോ ഇന്ത്യയിലത്തെ 140 കോടി ജനങ്ങൾക്കും ഈ വോട്ടേഴ്സ് ഇങ്ങനെയുള്ള മഷി ഉണ്ടാക്കുന്നത് ഇവരാണ്. ആകെ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഇവരാണ് എന്ത് ചെയ്യണത്, ഇന്ത്യക്ക് പുറത്തും വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്പോർട്ട് ചെയ്യണത്. അപ്പൊ ഇത് കർണാടകയിൽ, മൈസൂരാണ് സ്ഥലം, മൈസൂരിലുള്ള നമ്മുടെ കർണാടകത്തെ ഗവൺമെന്റ് ആണ് ഇത് അണ്ടർടേക്ക് ചെയ്യണത്. അപ്പൊ അതും നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം. ഞാൻ ആക്ച്വലി ഇതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ എന്താണ് ഇങ്ക് നോക്കിയപ്പോഴാണ് ഞാൻ വീഡിയോ കുറച്ച് യൂട്യൂബിലൊക്കെ കണ്ടത്. അപ്പൊ അങ്ങനെയാണ് എനിക്കും ഐഡിയ കിട്ടിയത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ സംഭവം എന്താ പറയാ അങ്ങനെ പോവാണ്ട് മാഞ്ഞു പറഞ്ഞത്. ഇതിനൊരു ശരിക്കൊരു വിളിപ്പേരും കൂടി ഉണ്ട്, ഇങ്ക് ഓഫ് ഡെമോക്രസി. അതും പറയുന്നതിനെ ഈ മഷീനെ പറയുന്നതാണ് ഇങ്ക് ഓഫ് ഡെമോക്രസി. നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. നമ്മുടെ വീഡിയോ ഒക്കെ ഫോളോ ചെയ്താൽ ഇതേമാതിരി ഞാൻ ആദ്യമായിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.